തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് ഇന്നാണ്. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ സജീവ പ്രചരണത്തിലാണ് വൈഷ്ണ. എന്നാൽ കള്ളവോട്ട് ചേർത്തെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPM പ്രവർത്തകൻ ധനേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം രണ്ടു പ്രതികരണങ്ങൾ. നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നോട്ടെ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണോ സത്യം അത് ജയിക്കും. എല്ലാം വളരെ വലിയൊരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട്. ഉറച്ചു നിൽക്കുന്നു. കള്ളവോട്ട് ചേർത്തു എന്നുള്ള പരാതി നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് അവർ താമസിക്കുന്നത് അമ്പലമുക്കിലാണ്. കൊക്കോട് എന്ന സുരേഷ് എന്ന് പറയുന്ന ആളിൻ്റെ വീട് ഒറ്റി വാങ്ങിച്ച് താമസിക്കുകയാണ്. അപ്പോൾ അവരെ വോട്ട് യഥാർത്ഥത്തിൽ അവിടെയാണ് ചേർക്കേണ്ടത്. അതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല, അവിടെയാണ് ചേർക്കേണ്ടത്. ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ടർ പട്ടിക ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ഒഴിവായതും എല്ലാം ഒഴിവാക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ മാറിപ്പോയവരേക്ക് 2 കൊല്ലത്തിൽ കൂടുതൽ സ്ഥിരമായി മാറിപ്പോയവരെല്ലാം അവർ ഒഴിവാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ 5 കൊല്ലം കഴിഞ്ഞാൽ അവർ സ്വന്തം സ്ഥലത്ത് വോട്ട് ചേർക്കേണ്ടതാണ്. വീണ്ടും ചേർക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും. മാറിപ്പോയ ആളുകളെല്ലാം വോട്ടുകൾ അതാ സ്ഥലത്ത് കൊണ്ട് വീണ്ടും ചേർക്കുന്ന ഒരു സാഹചര്യം വരും. അതിനെയാണ് കള്ളവോട്ടെന്ന് പറയുന്നത്. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയതിനെതിരെ കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വൈഷ്ണയ്ക്ക് അനുകൂലമായ വിധിയുണ്ടായതിൽ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. VM വിനു കല്ലായി ഡിവിഷനിൽ ഇപ്പോൾ പ്രചരണം തുടരുകയാണ്. VM വിനുവിന്റെ വോട്ട് തള്ളാൻ CPM പരാതി നൽകിയിട്ടില്ലെന്ന് CPM മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദ് പ്രതികരിച്ചു. കേൾക്കാം പ്രതികരണങ്ങൾ. എത്രയോ കാലമായിട്ട് ഞാൻ കോഴിക്കോട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ വർഷവും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് വോട്ടുണ്ടോ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ്. അത് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല, നമ്മൾ ഹൈക്കോടതിയിൽ പോകും. ഇവിടെ കോടതി ഇല്ലേന്ന് നമ്മളെന്താണ് പേടിക്കുന്നത്? കോടതി സത്യസന്ധമായ ഒരു വ്യവസ്ഥാപിത സ്ഥാപനമുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്കിതെല്ലാം പേടിയില്ല. ഇനി അഥവാ എനിക്ക് വോട്ടില്ല എന്ന് വിചാരിക്കാം, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് വിചാരിക്കാം, ഇവിടെയുള്ള 76 വാർഡല്ലേ, 76 വാർഡിലും ഞാനുണ്ടാവും. ഞാൻ ആഞ്ഞു പ്രവർത്തിക്കും. കാരണം എനിക്ക് ഈ കോഴിക്കോടിൻ്റെ മുഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് അതിനുവേണ്ടി ഇറങ്ങിയവരെ ഞാൻ. വോട്ടർ പട്ടികയുടെ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 6-ാം മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായി നടന്ന ആ പ്രക്രിയയിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വോട്ട് CPMകാരോ മറ്റൊരു വ്യക്തിയോ തള്ളാൻ അപേക്ഷ കൊടുക്കുകയോ സ്വമേധയാ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി തള്ളുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൂടാലോചന, കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ പടുകുഴിയിലേക്ക് നയിച്ചു, വളരെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ് കോഴിക്കോട്ട്. നമുക്കൊപ്പം ഗോപാൽ ശിലാസനലും സിനോജ് തോമസും ചേരുന്നുണ്ട്. തത്സമയം ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്തെയും സിനോജ് കോഴിക്കോട്ടെയും വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, ഇപ്പോൾ വൈഷ്ണയുടെ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു പരാമർശമുണ്ടായി. ഇന്ന് ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും പരാതിക്കാരനായ ധനേഷ് അതിൽ ഉറച്ചു നിൽക്കുകയാണോ ഗോപാൽ? അതെ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് 3 മണിക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗ് ഈ വിഷയത്തിൽ നടക്കുന്നത്. 2 കൂട്ടർക്കും, പരാതിക്കാരിയായ ഈ വൈഷ്ണ സുരേഷിനും അതോടൊപ്പം തന്നെ എതിർകക്ഷിയായ ധനേഷിനും, CPM പ്രവർത്തകൻ ധനേഷിനും ഇതിനോടൊപ്പം തന്നെ നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളോട് വൈഷ്ണ പ്രതികരിച്ചത് കോടതിയിൽ പൂർണ്ണ പ്രതീക്ഷ വെക്കുന്നുവെന്നും ഇന്നലത്തെ അനുകൂല പരാമർശങ്ങൾ തന്റെ പോരാട്ടം വിജയിക്കുന്നതിന് തുല്യമാണ്, അതിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ് എന്നതാണ് വൈഷ്ണ നമ്മോട് രാവിലെ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ മറുവശത്ത് തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുകയാണ് പരാതിക്കാരനായ ധനേഷ്. അദ്ദേഹം പറയുന്നത് ഈ മുട്ടട വാർഡിൽ വൈഷ്ണ വോട്ട് ചേർത്തതിനെ മാത്രമാണ് ധനേഷും അദ്ദേഹത്തിന്റെ പാർട്ടിയും എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വൈഷ്ണ സുരേഷ് എന്ന സ്ഥാനാർത്ഥി അമ്പലമുക്കിലെ കൊക്കോടി എന്ന പ്രദേശത്ത് ഒരു വീട് ഒറ്റയ്ക്കെടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ വീടിന്റെ അഡ്രസ്സിൽ അമ്പലമുക്കിലാണ് ഇവരുടെ വോട്ട് ചേർക്കേണ്ടതായിട്ടുള്ളത്. അവിടെ വോട്ട് ചേർക്കുന്നതിൽ CPMനോ ഈ പരാതിക്കാർക്കോ യാതൊരു പ്രശ്നവും
പ്രതിഷേധവുമില്ല, എതിർപ്പുമില്ല. അതേസമയം തന്നെ ഇവിടെ സ്ഥിരതാമസമില്ലാത്ത, ഇവിടെ സ്വന്തമായി മേൽവിലാസമില്ലാത്ത ഒരു പെൺകുട്ടി മുട്ടടയിൽ വന്ന് വോട്ട് ചേർത്തതിനെ മാത്രമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വോട്ട് ചേർക്കുന്നതിനെയാണ് കള്ളവോട്ട് എന്ന് പറയുന്നതെന്നും അതിനെ തീർച്ചയായിട്ടും എതിർക്കുമെന്നും പരാതിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നതുമാണ് ധനേഷ് പറയുന്നത്. ഇന്ന് നടക്കുന്ന ഹിയറിംഗിലും അതേ കാര്യങ്ങൾ തന്നെയാകും ആവർത്തിക്കുന്നത്. എവിടെ വോട്ട് ചേർക്കുന്നു എന്നതല്ല, എങ്ങനെ വോട്ട് ചേർക്കുന്നു എന്നതാണ് ഇതിൽ പ്രശ്നം. ഇതിൽ മുട്ടടയിൽ വോട്ട് ചേർക്കാൻ വൈഷ്ണയ്ക്ക് ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്ന് ആവർത്തിക്കുകയാണ്. അതേസമയം തന്നെ തനിക്കെതിരെ ഉയർന്ന കള്ളവോട്ട് ആരോപണത്തിലും ധനേഷിന് മറുപടിയുണ്ട്. തനിക്കെതിരെ ഉയർന്ന 22 വോട്ടുകൾ അത് തന്റെ TC നമ്പറിൽ ചേർത്തുവെന്ന വൈഷ്ണയുടെ ആരോപണം അത് തെളിയിക്കുകയാണ് കോൺഗ്രസ് എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണ് എന്ന് ധനേഷ് ഉറക്കെ വെല്ലുവിളിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ DCC അംഗമായിട്ടുള്ള മുട്ടട അജിത്തിനെതിരെ അദ്ദേഹം 10 വോട്ടുകൾ മുട്ടട വാർഡിൽ തന്നെ ഇത്തരത്തിൽ സമാനമായി കള്ളവോട്ട് ചേർത്തുവെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം മുട്ടട വാർഡിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും കോടതി കയറിയതോടുകൂടി തന്നെ സംസ്ഥാന വ്യാപകമായി വലിയ ചർച്ചയായിരിക്കുന്നു. അത് വലിയ ഇതേ സാഹചര്യമാണ് കോഴിക്കോട്ട്. അത് വ്യത്യസ്തമാണ് ഒരു കാര്യത്തിൽ, അവിടെ പരാതി ആരും നൽകിയിട്ടില്ല. വിനുവിന്റെ കാര്യത്തിൽ VM വിനു ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുസാഫിർ അഹമ്മദിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. മുസാഫിർ അഹമ്മദ് പറഞ്ഞത് അങ്ങനെ VM വിനുവിന്റെ പേര് മാറ്റാനായിട്ട് ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ്.